ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെയാണ്. ഇതിലൊരു 6 പോയിൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അക്കൗണ്ടിൻ്റെ സ്റ്റെപ്സ് ആയിട്ടും പ്രോസസ്സായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും ഫീച്ചേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഈ 6 പോയിൻറ്റ്സും പറയാൻ പറ്റും. ഈ 6 പോയിൻറ്റ്സ് വരുന്നത്: ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് ദ ഫിനാൻഷ്യൽ ഡാറ്റ. Second one, recording. Third one, classifying. Fourth one, summarizing. Fifth one, analyzing and interpreting. Sixth one, communication. ഇത് നമ്മൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ഡിസ്കസ് ചെയ്തപ്പോൾ കേട്ടതാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പോയിൻറ്റ്സും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഐഡൻറ്റിഫൈങ് ഫിനാൻഷ്യൽ ഡാറ്റയാണ്. Determining or identifying events that are to be recorded in business. അതായത് ഒരു കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡെയിലി നടക്കുന്നുണ്ട്. ഇങ്ങനെ കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അത് ഐഡൻറ്റിഫൈ ചെയ്യും. ആര്? അക്കൗണ്ടൻ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സോഴ്സ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ്. എന്താണ് സോഴ്സ് ഡോക്യുമെൻറ്റ്സ്? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതിൻ്റെ തെളിവ് അല്ലെങ്കിൽ എവിഡൻസിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. എവിഡൻസ് ഓഫ് എവറി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് സോഴ്സ് ഡോക്യുമെൻറ്റ്. അപ്പം അതിന് എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഇത് റിലേറ്റഡ് ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങി, ഒരു തുണി വാങ്ങി വിചാരിക്കുക, ഒരു ഉടുപ്പ് വാങ്ങി. ആ ഉടുപ്പ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു കുഞ്ഞിനിട്ട് കൊടുത്ത സമയത്ത് അത് എന്താണ്, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമുക്ക് മാറ്റി കിട്ടണം. നമ്മളാണെങ്കിൽ കടയിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് ഓൺലൈൻ ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, കയ്യിലേക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു സാധനം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്കത് റിട്ടേൺ ചെയ്യണം, മാറ്റിയിട്ട് പകരം വേറൊന്ന് എടുക്കണം. ആ കടക്കാരൻ ആ ഒരു മാറ്റത്തിന് തയ്യാറാവണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് കാണിക്കണം? ബില്ല് കാണിക്കണം അല്ലേ? ആ സാധനം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് നമ്മൾ കാണിക്കണം. ആ ബില്ല് കാണിച്ചാൽ മാത്രമേ അവർ അത് മാറ്റിയെടുക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ എന്താണ്, നമ്മൾ അവിടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പണമിടപാട് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ തെളിവാണ് ആ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ എവിഡൻസിനെയാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ മറ്റ് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബില്ല് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ വൗച്ചേഴ്സ്, ഇൻവോയ്സ്, റെസീപ്റ്റ്സ്, ക്യാഷ് മെമോ, ഇത്തരത്തിലുള്ള സോഴ്സ് ഡോക്യുമെൻറ്റ്സിൽ നിന്നാണ് അക്കൗണ്ടൻ്റ് ഫിനാൻഷ്യൽ ഡാറ്റാസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് ഫിനാൻഷ്യൽ ഡാറ്റാസ് അക്കൗണ്ടൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് വരുന്നത് റെക്കോർഡിംഗ് ആണ്. അതായത് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ ഫിനാൻഷ്യൽ ബുക്ക് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. ദ ബുക്ക് ഈസ് കോൾഡ് ജേണൽ. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് ഒന്നും കൂടി നമുക്ക് ഡൗട്ട് വന്നില്ലേ, എന്താണ് ക്രോണോളജിക്കൽ ഓർഡർ, എന്താണ് ജേണൽ? അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ അക്കൗണ്ടൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഓൾറെഡി അക്കൗണ്ടൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? നമുക്കതൊന്ന് എഴുതി വെക്കണ്ടേ? ഇങ്ങനെ കിട്ടിയിട്ടുള്ള എവിഡൻസ് ഒക്കെ വെച്ചിട്ട് അയാൾ അത് എഴുതി വെക്കും. അതാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ചുമ്മാ എഴുതി വെക്കുകയാണോ ചെയ്യുക? അല്ലേ, സിഗ്നിഫിക്കൻറ്റ് മാനറിലാണ് അയാൾ എഴുതി വെക്കുക. അതായത് ഒരു ചിട്ടയിലാണ് നമ്മൾ അത് എഴുതി വെക്കുക. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും, ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഈ രീതിയിലാണ്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിൽ നമ്മൾ അത് എഴുതി വെക്കും. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഡേ വൈസ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുക. അതായത് ഇന്നത്തെ ട്രാൻസാക്ഷൻസ് ഇന്നത്തെ ഡേറ്റിൽ എഴുതി വയ്ക്കും, നാളത്തെ ട്രാൻസാക്ഷൻസ് നാളത്തെ ഡേറ്റിൽ എഴുതി വയ്ക്കും. അങ്ങനെ ഒരു ഡേറ്റ് വൈസ് ഓർഡറിൽ എഴുതി വെക്കുന്നതിനെയാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിലും അതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡറിലും
ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. ആ ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ക്രോണോളജിക്കൽ ഓർഡറിലാണല്ലേ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിന് ഇങ്ങനെ എഴുതി വെക്കുന്നതിനെ ജേണലിൽ, ആ ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ ജേണലിൽ നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് പഠിച്ചപ്പോൾ നമ്മൾ പുതിയ വാക്കുകൾ കൂടി പഠിച്ചു അല്ലേ. റെക്കോർഡ് ചെയ്യാണ്, ആ ഐഡൻറ്റിഫൈ ചെയ്ത ഇവൻറ്റ്സിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ആ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഡേ ടു ഡേ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലായിരിക്കും, ഡേറ്റ് വൈസുള്ള ഓർഡറിലായിരിക്കും. അതിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി വെക്കുന്ന ആ ഒരു ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് ക്ലാസിഫിക്കേഷൻ. It is the process of bringing together items of similar nature at one place. It is done in the book is called ledger. അതായത് സിമിലർ ട്രാൻസാക്ഷൻസ്, അതായത് ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യാം. ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻ എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് മാറ്റി എഴുതി വെക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതി വെക്കുന്നതിന് ഒരു സെപ്പറേറ്റ് ബുക്ക് തന്നെ ഉണ്ട്. ക്ലാസിഫിക്കേഷന് ഒരു സെപ്പറേറ്റ് ബുക്ക് തന്നെ ഉണ്ട്. ആ ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പം നമുക്ക് ഒരു മാസത്തിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് സെയിൽസും ഒരുപാട് പർച്ചേസും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, മാർച്ച് മാസത്തിൽ നമുക്ക് എത്ര പർച്ചേസ് നടന്നു? ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൽ ജേണലിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പർച്ചേസിന് സെപ്പറേറ്റ് ഒരു ബുക്ക് കീപ്പ് ചെയ്യും. അതിനെയാണ് പർച്ചേസ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജേഴ്സിൻ്റെ എക്സാമ്പിളാണ് സെയിൽസ് ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജർ. ഇങ്ങനെ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട്, ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്കിൽ കീപ്പ് ചെയ്യും. ഇത് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ജേണൽസ് നിന്നാണല്ലേ. റെക്കോർഡ് ചെയ്ത കാര്യങ്ങളിൽ നിന്നാണ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ജേണലിൽ നിന്നും ഇങ്ങനെ ലെഡ്ജറിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതുന്നതിനെ, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഇങ്ങനെ മാറ്റുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് പോയിന്റ് ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഫോർത്ത് പോയിന്റ് ആണ് സമ്മറൈസിങ്. ഇറ്റ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ വേ that is understandable by the users. It includes the preparation of trial balance, profit and loss account and balance sheet. അതായത് സമ്മറൈസ് എന്ന് പറയുന്നത് ഒരു മീനിങ് ജഡ്ജ്മെൻറ്റ്, അതായത് സമ്മറി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നതാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദെൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് റിസൾട്ടിൽ എത്തിക്കുന്നതാണ് സമ്മറൈസിങ്. അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഈ മാർച്ച് 31 ആവുന്ന സമയത്ത് ബിസിനസ് ഓണേഴ്സിന് ഇത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്ര ലോസ് എന്നുള്ളത് ഷെയർ ചെയ്യണം. ഈ ഒരു ബിസിനസ് റിസൾട്ടാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുൻപത്തെ ഫിനാൻഷ്യൽ ഡാറ്റ ഐഡൻറ്റിഫൈ ചെയ്തതും അതുപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്തതും അതിനെ ക്ലാസിഫൈ ചെയ്തതും ഈ ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് അല്ലെങ്കിൽ യൂസേഴ്സിന് മനസ്സിലാവുന്ന അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് സമ്മറൈസിങ്ങിലൂടെ നടക്കുന്നത്. ഫിഫ്ത്ത് പോയിന്റ് ആണ് അനലൈസിങ്. ദ ഫിനാൻഷ്യൽ ഡാറ്റ ഈസ് അനലൈസ്ഡ് ബൈ ദ യൂസേഴ്സ് ടു ഗെറ്റ് ദ ഇൻഫോർമേഷൻ അബൌട്ട് റിസൾട്ട് ഓഫ് ബിസിനസ് ആൻഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഓൾറെഡി നമ്മൾ സമ്മറൈസിങ്ങിൽ അതിൻ്റെ റിസൾട്ട് ഷോ ചെയ്തു. ഈ റിസൾട്ട് കോമ്പറ്റീറ്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രീവിയസ് ഇയർ റിസൾട്ടുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എത്രത്തോളം പ്രോഫിറ്റ് ഈ വർഷം കൂടി, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബിസിനസ് റിസൾട്ടിനെ നമ്മൾ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുന്നതിനെയാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്നത്. സിക്സ്ത് പോയിന്റ്, അതായത് ലാസ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. It is with the help of accounting that an organization communicates with the interested parties. അതായത് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ അക്കൗണ്ട്സ്
ആവശ്യമുള്ള അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് പാർട്ടീസ് ഉണ്ടായിരിക്കും. ആരൊക്കെ? ഓണേഴ്സ്, അതുപോലെ തന്നെ ബാങ്ക്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്. പല വ്യക്തികൾക്കും പല പർപ്പസ് ആയിരിക്കും. ഇപ്പോൾ ഓണേഴ്സിന് അവരുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഗവൺമെൻറ്റിന് ടാക്സേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആവശ്യമാണല്ലേ. ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഇൻട്രസ്റ്റിംഗ് പാർട്ടീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇൻഫോർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആർക്കാണോ ആവശ്യം അത് യൂസ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് പാർട്ടീസിന് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് കമ്പനി ഷെയർ ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ, സെക്കൻഡ് റെക്കോർഡിംഗ്, തേർഡ് ക്ലാസിഫയിങ്, ഫോർത്ത് സമ്മറൈസിങ്, ഫിഫ്ത്ത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, സിക്സ്ത് കമ്മ്യൂണിക്കേഷൻ. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സെഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു.